പാറശാല ഷാരോണിനെ കൊലപ്പെടുത്താൻ കാമുകിയും ഒന്നാം പ്രതിയുമായ ഗ്രീഷ്മ നടത്തിയത് ഡോക്ടർമാരെ പോലും അത്ഭുതപ്പെടുത്തിയ ഗൂഢാലോചനയാണ്. ഷാരോണിന് ഗ്രീഷ്മ കാപ്പിക് ബ്രാൻഡിൽപ്പെട്ട പാരാക്വിറ്റ് വിഷം നൽകിയത് ഏറെ ദിവസത്തെ പഠനത്തിന് ശേഷമായിരുന്നുവെന്ന് ഷാരോണിന്റെ സഹോദരനും ആയുർവേദ ഡോക്ടറുമായ ഷീമോൻ രാജ് പറയുന്നുണ്ട്. ജ്യൂസിൽ പാരസെറ്റമോൾ ഗുളികകൾ അമിത അളവിൽ കലക്കിക്കൊടുത്ത് നേരത്തെ നടത്തിയ കൊലപാതക ശ്രമം പരാജയപ്പെട്ടതോടെ അടുത്ത വട്ടം പരാജയപ്പെടരുതെന്ന നിർബന്ധ ബുദ്ധിയോടെയാണ് ഗ്രീഷ്മ വിഷത്തെക്കുറിച്ച് പ്രത്യേക പഠനം നടത്തിയത്. ദിവസങ്ങളോളം ഗൂഗിളിൽ സെർച്ച് നടത്തിയെന്നും ഷീമോൻ രാജ് പറയുന്നുണ്ട്. വിഷം ഉള്ളിൽ ചെന്ന് മരണപ്പെട്ടാൽ പരിശോധനയിൽ അത് വ്യക്തമാവുമെന്ന് ഗ്രീഷ്മയ്ക്ക് ധാരണയുണ്ടായിരുന്നു. അതാണ് പാരാക്വിറ്റിലേക്ക് ഗ്രീഷ്മയെ എത്തിച്ചത്. പാരാക്വിറ്റ് അകത്ത് ചെന്നാൽ 24 മണിക്കൂറിനുള്ളിൽ അതിന്റെ അംശം ശരീരത്തിൽ നിന്ന് ഇല്ലാതാവുമെന്നും മരണം സാവകാശമായിരിക്കുമെന്നും മനസ്സിലായതോടെയാണ് ഈ വിഷം ഉപയോഗിക്കാൻ ഗ്രീഷ്മ തീരുമാനിച്ചത്. എന്നാൽ പാരാക്വിറ്റ് അകത്ത് ചെന്നാൽ മറ്റവയവങ്ങൾക്കുണ്ടാക്കുന്ന തകരാറുകളെക്കുറിച്ച് ഗ്രീഷ്മ ബോധവതിയായിരുന്നില്ല. കഷായമാണ് നൽകിയതെന്ന ഗ്രീഷ്മയുടെ വാദം പൊളിക്കാനായത് ഇതുകൊണ്ടാണെന്ന് സഹോദരൻ ഷീമോൻ രാജ് പറയുന്നു. പാരാക്വിറ്റ് അകത്ത് ചെന്നാൽ മാത്രമുണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ ഷാരോണിനുണ്ടായിരുന്നു. തൊണ്ട മുതൽ താഴോട്ട് പൂർണ്ണമായും കരിഞ്ഞ പോലെയുള്ള അവസ്ഥയിലായി. ഇക്കാര്യങ്ങൾ ഡോക്ടർമാർക്ക് മനസ്സിലായതോടെ കുടിച്ചത് വെറും കഷായമല്ലെന്ന് ഉറപ്പിക്കുകയായിരുന്നു. 14-ാം തീയതി ഗ്രീഷ്മയുടെ വീട്ടിൽ പോയ ശേഷം ഉച്ചയ്ക്ക് ഏകദേശം 12 മണിയോടെയാണ് ശാരീരിക അവശതയുണ്ടെന്ന് പറഞ്ഞ് ഷാരോൺ വീട്ടിലെത്തിയതും മുറിയിൽ പോയി കിടന്നതും. പക്ഷെ ഛർദി തുടർന്നതോടെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. 22-ാം തീയതി രാവിലെയാണ് പപ്പയോട് ഷാരോൺ കാര്യങ്ങളെല്ലാം പറയുന്നത്. അപ്പോഴേക്കും അകത്ത് ചെന്ന വിഷത്തിന്റെ അംശം ശരീരത്തിൽ നിന്ന് പോയിരുന്നു. ഇതാണ് വെല്ലുവിളിയായത്. പക്ഷെ ഇത് സംബന്ധിച്ച് ഷീമോൻ കസിൻ സജിനും കൂടെ നിരവധി തവണ ഗ്രീഷ്മയെ വിളിച്ചും വാട്സപ്പ് ചാറ്റിലൂടെയും കാര്യങ്ങൾ ചോദിച്ചിരുന്നു. എന്നാൽ മറുപടിയായി ഗൂഗിളിൽ നിന്നൊക്കെ പടമെടുത്ത് അയക്കുകയായിരുന്നു അവർ. ആദ്യം കോകിലാക്ഷം കഷായമാണ് കൊടുത്തതെന്നാണ് പറഞ്ഞത്. എന്നാൽ ആയുർവേദ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഷീമോന് കഷായത്തിന്റെ കാര്യം ആദ്യം തന്നെ കള്ളമാണെന്ന് മനസ്സിലാക്കാനായി. കഷായം അമിത അളവിൽ കുടിച്ചാൽ പോലും മരണം സംഭവിക്കാൻ ഇടയില്ലെന്നറിയാമായിരുന്നു. ഇക്കാര്യം പോലീസിനെ അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല വിദഗ്ധ ഡോക്ടർമാരുടെ വിലയിരുത്തലും ഗുണകരമായി. പാരാക്വിറ്റ് വിഷം ശ്വാസകോശത്തെയാണ് ആദ്യം ബാധിക്കുക. ഷാരോണിന്റെ ശ്വാസകോശം പൂർണ്ണമായും വിണ്ടുകീറിയ അവസ്ഥയിലായിരുന്നു. ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാനാവുമായിരുന്നില്ല. എന്നാൽ ഇതൊന്നും പറയാതെ ഗ്രീഷ്മയുമായി ചാറ്റ് ചെയ്യുകയും കൊടുത്ത മരുന്നിൽ നിന്നാണ് വിഷമേറ്റതെന്ന് വ്യക്തമാവുകയും ചെയ്തതെന്നും അതിന്റെ ചാറ്റുകൾ കേസിന് ബലമേകിയെന്നും ഷീമോൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പപ്പയോട് പറയുന്നതിന് മുൻപേ ഷാരോൺ ഗ്രീഷ്മയോട് മരുന്നിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആശുപത്രിയിൽ പോയാൽ പിടിക്കപ്പെടുമെന്ന് അറിഞ്ഞ ഗ്രീഷ്മ ആദ്യം ഷാരോണിനോട് മെഡിക്കൽ സ്റ്റോറിൽ പോയി ഏതെങ്കിലും മരുന്ന് വാങ്ങിക്കഴിക്കാനാണ് നിർദ്ദേശിച്ചത്. നേരത്തെ ജ്യൂസ് ചലഞ്ച് നടത്തിയ പോലെ ഒരു കഷായ ചലഞ്ചാണ് ഗ്രീഷ്മ നടത്തിയതെന്നും സഹോദരൻ പറയുന്നു. ഇത് സംബന്ധിച്ച് രണ്ടുപേരും മുന്നേ തന്നെ ചർച്ച ചെയ്തിരുന്നു. താൻ കഷായം കുടിക്കാറുണ്ടെന്നും ഭയങ്കര കയ്പാണെന്നും പലപ്പോഴും ഗ്രീഷ്മ അവനോട് പറഞ്ഞു. ഒടുവിൽ താൻ കുടിച്ചു കാണിക്കാമെന്ന നിലപാടിലേക്ക് അവനെ ഗ്രീഷ്മ എത്തിക്കുകയായിരുന്നു. 14-ന് വീട്ടിലെത്തിയ ഷാരോണിനെ ആദ്യം തന്നെ കഷായ ചലഞ്ചിലേക്ക് എത്തിച്ചു. ഷാരോൺ വീട്ടിലെത്തുമെന്ന് ഉറപ്പിച്ച ശേഷം ഇതിനായി കൊലപ്പെടുത്താൻ എല്ലാം തയ്യാറാക്കി വെച്ചു. എന്ത് വിഷമാണ് കൊടുത്തതെന്ന് നേരത്തെ വ്യക്തമായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഷാരോണിനെ രക്ഷപ്പെടുത്താമായിരുന്നു. പക്ഷേ 14-ന് വിഷം ഉള്ളിൽ ചെന്ന ഷാരോൺ 22-ന് മാത്രമാണ് ICUവിൽ വെച്ച് കാര്യങ്ങൾ പറയുന്നത്. അപ്പോഴേക്കും 8 ദിവസമായിരുന്നു. ശരീരത്തിൽ നിന്ന് വിഷത്തിന്റെ അംശം പോയതിനു പുറമെ 3 ഡയാലിസിസും പൂർത്തിയായിരുന്നു. ഇതാണ് പ്രധാന വെല്ലുവിളിയായത്. പക്ഷെ ശാസ്ത്രീയ തെളിവുകളും ഡിജിറ്റൽ തെളിവുകളും എല്ലാം ആവശ്യത്തിന് ലഭിച്ചതോടെ ഗ്രീഷ്മയുടെ ക്രിമിനൽ ബുദ്ധി പുറത്താവുകയായിരുന്നു. ഇക്കാര്യം കഴിഞ്ഞ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയിട്ടുണ്ട്. 2022 ഒക്ടോബർ 14-നായിരുന്നു പാറശാല മുരിയങ്കര JP ഹൗസിൽ JP ഷാരോൺ രാജിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കാമുകി ഗ്രീഷ്മ കഷായത്തിൽ കീടനാശിനി കലർത്തി കുടിക്കാൻ നൽകിയത്. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായ ഷാരോൺ ഒക്ടോബർ 22-ന് മരിക്കുകയും ചെയ്തു.